ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജി, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. ഫൈബ്രോയിഡ്സും പ്രഗ്നൻസിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ്സ് ആർ ദ കോമണസ്റ്റ് ബിനൈൻ ട്യൂമർ ഓഫ് യൂട്രസ്. അതായത് ക്യാൻസറുകളല്ലാത്ത യൂട്രസിനകത്ത് ഉണ്ടാകുന്ന മുഴകൾക്കാണ് നമ്മൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫൈബ്രോയിഡ്സാണ് യൂട്രസിനകത്ത് കാണുന്നത്. യൂട്രസിൻ്റെ മസിലിൽ വളരുന്ന ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്, യൂട്രസിൻ്റെ മസിലിൽ നിന്ന് വളർന്നിട്ട് പുറത്തോട്ട് വളരുന്ന സബ്സ്യൂറോസൽ ഫൈബ്രോയിഡ്, പിന്നെ യൂട്രസിൻ്റെ ക്യാവിലിറ്റി ഗ്രോ ചെയ്യുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഈച്ച് ഓഫ് ദ ഫൈബ്രോയിഡ്സും അതിൻ്റെ സെപ്പറേറ്റ് സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് അവർക്ക് എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ്, വയറുവേദന, അങ്ങനെയൊക്കെയാണ് സാധാരണ ഫൈബ്രോയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസിയിൽ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്, ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസി വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഫൈബ്രോയിഡ്സ് വിത്ത് പ്രഗ്നൻസി ആണെങ്കിൽ ചിലപ്പോൾ അബോർഷനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന സ്ഥലത്താണ് ഈ പ്രഗ്നൻസി പോയി ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അത് അബോർഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പെയിൻ ഉണ്ടാകാം. ഈ ഫൈബ്രോയിഡിൻ്റെ സ്ഥലത്ത് അതിശക്തമായ വയറുവേദന ഉണ്ടാകും. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഡീജനറേഷൻ എന്നാണ് പറഞ്ഞാൽ റെഡ് ഡീജനറേഷൻ ഒരു ചേഞ്ചസ് സാധാരണ ഫൈബ്രോയിഡിനകത്ത് കാണാറുണ്ട്. അപ്പോൾ ഈ ഡീജനറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫൈബ്രോയിഡ് വയ്ക്കുന്ന സമയത്ത് പേഷ്യൻ്റ് അസഹ്യമായ പെയിൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ ബ്ലഡിനകത്ത് കൗണ്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് കൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ ചെറിയ ഫീവർ ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള മാർഗ്ഗത്തിൽ കൂടെ നമ്മൾ മാനേജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുക. അതുകൊണ്ട് ചില പെയിൻ കില്ലേഴ്സ്, പ്രഗ്നൻസിക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കും. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഞ്ചക്ഷൻസോ ടാബ്ലറ്റ്സോ കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇവർ ഈ പെയിനിൽ നിന്നൊക്കെ റിക്കവർ ആകാറുണ്ട്. അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി നമ്മൾ ചിലപ്പോൾ 7 മാസം 8 മാസം ആകുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഒരു പ്രീ ടൈം പെയിൻ, അത് നേരത്തെയുള്ള പ്രസവം ഇങ്ങനെയുള്ള പേഷ്യൻസിന് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രീ ടൈം ലെവൽ നമ്മൾ ബേസ് ലൈനായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട്. പെയിൻ വരാനൊക്കെയുള്ള മരുന്നുകൾ അതൊക്കെ കൊടുത്ത് നമുക്ക് പ്രഗ്നൻസി കുറച്ചും കൂടെ മുന്നോട്ട് പോകാറുണ്ട്. അടുത്തൊരു കോംപ്ലിക്കേഷൻ പ്ലാസൻ്റൽ അബ്രഷൻ. അപ്പോൾ ഈ ഫൈബ്രോയിഡ് പ്ലാസൻ്റയുടെ ഏരിയയിലേക്കാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് പെയിനൊക്കെ വരുമ്പോൾ ഈ പ്ലാസൻ്റ നേരത്തെ യൂട്രസിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ അബ്രഷ്യ പ്ലാസൻ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ അബ്രഷ്യ പ്ലാസൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ മദറിനും ബേബിക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അടുത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ പൊസിഷൻസ്. അപ്പോൾ നോർമലി നമ്മുടെ യൂട്രസിനകത്ത് ഈ നമ്മുടെ ബേബിയുടെ പൊസിഷൻ തല താഴെയും മറ്റേ ഉടൽഭാഗവും കാൽഭാഗമൊക്കെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഈ ഫൈബ്രോയിഡ്സ് വന്നാൽ മാൽ പ്രസൻറ്റേഷൻ, അതായത് ഈ പ്രഗ്നൻസിയിൽ ബേബിയുടെ പൊസിഷനിൽ ഒത്തിരി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ വിലങ്ങനെ കിടക്കാം, ചിലപ്പോൾ ബ്രീത്ത് പ്രസൻറ്റേഷൻ, അങ്ങനെയുള്ള പ്രസൻറ്റേഷനൊക്കെ ഈ പ്രഗ്നൻസി വിത്ത് ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ ഡെലിവറി ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതായത് ബ്ലീഡിങ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള ബ്ലീഡിങ് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ പോസ്റ്റ്പാർട്ടം പീരീഡിൽ ഈ ഫൈബ്രോയിഡ് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഫൈബ്രോയിഡ് വന്നാൽ നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസൊക്കെ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് 70% ആൾക്കാർ നോർമലായിട്ട് ആകാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സിസേറിയൻ ചെയ്യാറുണ്ട്. അപ്പോൾ സിസേറിയൻ സമയത്ത് ചിലതരം ഫൈബ്രോയിഡൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ചില ഫൈബ്രോയിഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് 6 മാസമോ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് സ്കാൻ നോക്കിയിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്.